മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, പ്രത്യേകിച്ച് അർബൻ ഇന്ത്യൻ ക്ലാസ്സിന്. അവർക്ക് ഈ പറയുന്ന ഇപ്പോഴും സായിപ്പായിട്ട് ജീവിക്കാനാണ് താല്പര്യം. ദേശീയ സാധനം എന്നൊക്കെ പുറത്ത് പറഞ്ഞാൽ തന്നെ സായിപ്പിൻ്റെ ഈ സംഭവങ്ങളും ഈ പറയുന്ന സ്കോച്ച് വിസ്കി ആണെങ്കിലും വൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഇത്ര വർഷത്തെയാണ്, അത് ഇന്ന സാധനം ഉണ്ടാക്കിയാണ്, ഹിസ്റ്ററിയൊക്കെ പറയുന്ന അർബൻ മിഡിൽ ക്ലാസ് ഇന്ത്യയിൽ ശരിക്കും ഉണ്ട്. അതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കയറി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇന്ത്യൻ ഡിസ്റ്റിലറീസ്, അതായത് ഇതേപോലെ ഉണ്ടാക്കുന്ന കമ്പനി പ്രത്യേകിച്ച് അർബൻ ക്ലാസ്സുകൾ, വാങ്ങുന്ന അർബൻ ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും യൂറോപ്യൻ സാധനത്തിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. അതിനൊരു ക്ലാസിക് ഉദാഹരണം ഞാൻ പറയാം. ഈ ഹരിയാനയിലും യു പിയിലും L1 സ്റ്റോറുകളുണ്ട്. അതായത് ഫോറിൻ വിദേശ മദ്യം എന്ന് പറയുന്നത് വളരെ വില കുറച്ചിട്ടാണ് അവർ വിൽക്കുന്നത്. കാരണം വിദേശ കമ്പനികളെ ആകർഷിക്കുക, അവിടെ തൊഴിൽ ചെയ്യുന്നവരെ ആകർഷിക്കാനും വിദേശികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ 2 സ്റ്റേറ്റുകൾ ഈ മദ്യം, അതായത് വിദേശ ഫോറിൻ ലിക്കർ, അതായത് സ്കോച്ച് ആണെങ്കിലും വൈൻ ആണെങ്കിലും ഇതങ്ങ് സ്ലാഷ് ചെയ്തങ്ങ് കുറച്ചു. ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഇന്ന് ഹരിയാനയിലും പ്രത്യേകിച്ച് ഗുഡ്ഗാവ് ഭാഗത്തും ഗാസിയാബാദ് നോയിഡ ഭാഗത്തും പോയാൽ കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ലിക്കർ, അതായത് ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞു, ഭയങ്കരമായിട്ടങ്ങ് കുറഞ്ഞു. കാരണം അതിന് ഈ പറയുന്ന രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ വിദേശ മദ്യത്തിന്. കാരണം അവിടെ ആ കമ്പനികളുടെ അപ്പം അതിനാണ് കൂടുതൽ ഡിമാൻഡ് കയറി വരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ അർബൻ ക്ലാസ്സിന് വിദേശത്ത് നിർമ്മിക്കുന്ന മദ്യം ഇതിൻ്റെ വിലയൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇന്ത്യൻ മദ്യത്തിൻ്റെ ക്വാളിറ്റി എന്ന് ഇവർക്കൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഒരു അർബൻ ക്ലാസ് അങ്ങോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഉണ്ടായിരുന്നത് ഇന്ത്യൻ മദ്യം മാനുഫാക്ചേഴ്സിന് അവരുടെ സാധനങ്ങൾ ഈ ഗ്രാമങ്ങളിലോട്ട് കൊടുക്കേണ്ടി വന്നു. ഇന്ത്യൻ ഗ്രാമങ്ങളെ പറ്റി പറയാം. ഇന്ത്യൻ ഗ്രാമങ്ങൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ പർച്ചേസിങ്ങിൻ്റെ വൈബ്രൻ്റ് ഒന്നും അല്ല. അവർ ഈ ദേശീയ സാധനം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പരിപാടികളും ഈ പറയുന്ന മരിഞ്ച്വാനൊക്കെ അവർ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ വളർത്തി വെച്ചിട്ടുണ്ട്. അപ്പം അവരിലോട്ടാണ് പിന്നെ പോകുന്നത്. അവരുടെ ഈ പറയുന്ന പോലെ ബൈങ് പവർ ഇല്ല. അപ്പം രണ്ടും വ്യത്യാസമാണ്. കാരണം ഇന്ത്യയുടെ അർബൻ മാർക്കറ്റാണ് ഏറ്റവും വലുത്. അവിടേക്ക് ഈ പറയുന്ന യൂറോപ്യൻ പ്രോഡക്റ്റുകൾ കയറി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അറിയാൻ സാധിച്ച അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഒന്നുമില്ല, വരികയാണെങ്കിൽ അത് നമ്മുടെ റൂറൽ സെക്ടറിലും ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടറിലും ഉണ്ടാക്കുന്ന പലതിനെയും ബാധിക്കും.